കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എപ്രകാരമാണ് ആദ്യത്തെ ശിഷ്യന്മാർ ഈശോ അവരെ വിളിച്ചപ്പോൾ അതിനോട് പ്രത്യുത്തരിച്ചത്. നല്ല മനോഹരമായ രീതിയിലാണ് നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുക. അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ ആദിമ ശിഷ്യന്മാർ അവർ വിളിക്കപ്പെടുന്നതിന് മുമ്പ് അവരായിരുന്ന വിളിയിൽ വ്യാപൃതരായിരുന്ന സമയത്താണ് യേശു അവരെ വിളിക്കുന്നത്. നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതവുമായി എത്ര പ്രാധാന്യം അർഹിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ്. അവിടെ നിന്നും ശ്രദ്ധ മറ്റൊന്നിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തീകരിക്കണം, അതല്ലെങ്കിൽ അതിനേക്കാളും ഇമ്മീഡിയറ്റ് പ്രാധാന്യം അർഹിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമായിരിക്കണം. തീർച്ചയായിട്ടും ഈശോ ആദ്യമ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ മീൻ പിടിക്കുന്നവരല്ലേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു അല്പം കൂടിയും ഉയർന്ന ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു വിളി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്നവർ അവർ ചെയ്തുകൊണ്ടിരുന്ന വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഉടനെ തന്നെ യേശുവിനെ അനുഗമിക്കുന്നത്. ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നിടത്തുനിന്നാണ് മനുഷ്യരെ പിടിക്കാനുള്ള ഒരു വിളി ആദ്യ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയത്. നമ്മൾ വിചാരിക്കും ഈ ശിഷ്യന്മാർക്ക് നൽകപ്പെട്ട വിളി ഏതാനും ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ട വിളിയാണെന്ന്. അല്ല, എല്ലാ ക്രൈസ്തവരും സ്വീകരിച്ചിരിക്കുന്ന വിളിയാണ് യേശുവിനെ അനുഗമിക്കാനുള്ള വിളി. എല്ലാ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് അനുയോജ്യരായി ജീവിക്കുന്ന എല്ലാ ദൈവമക്കളും വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് യേശുവിനെ അനുഗമിക്കാൻ. ഇനി അതെങ്ങനെ അനുഗമിക്കുന്നു, ഏത് രീതിയിൽ അനുഗമിക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ വിളിയോട് പ്രത്യുത്തരിക്കുന്നു എന്നുള്ളതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഏത് വിളിയിലാണെങ്കിലും യേശുവിനെ അനുഗമിക്കാന്നുള്ള ആത്യന്തികമായ വിളി എല്ലാ ക്രിസ്ത്യാനികൾക്കുണ്ട്. അത് കുടുംബജീവിതത്തിലേക്കുള്ള വിളിയാകട്ടെ, പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളിയാകട്ടെ, ഏകസ്ഥ ജീവിതത്തിലേക്കുള്ള വിളിയാകട്ടെ, ഏത് വിളിയിലും ആത്യന്തികമായി സ്വർഗം നമ്മെ വിളിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹയർ കോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ജീവിതത്തിലേക്ക് അവിടെ നമ്മെ വിളിച്ചു. ഇനി അവനോടുള്ള ബന്ധത്തിൽ, അവനെ അനുഗമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോൾ, വിത്തിൻ ദ കോൾ നൽകപ്പെട്ടിരിക്കുന്ന വിളിയുടെ ഉള്ളിലുള്ള മറ്റൊരു വിളിയാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറില്ല, ഒരു കുടുംബജീവിതത്തിലേക്കുള്ള വിളി സ്വീകരിച്ച ഇവിടെ ആദ്യത്തെ ഉത്തരവാദിത്വം കുടുംബത്തെ കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളതാണ്. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ യേശുവിന് വേണ്ടി നേടുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറുകയാണ്. പൗരോഹിത്യ സമർപ്പണ ജീവിതം നയിക്കുന്നവർ ആ വിളിയിൽ ഉറച്ചു നിന്ന്
ആ വിളിയോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ദൈവമക്കളെ നേടുന്നവരായിട്ട് മാറുകയാണ്. അപ്പോൾ അത് അതിൽ പരാജയപ്പെടുമ്പോൾ, ആ വിളിയോട് വിശ്വസ്തത പുലർത്താതെ വരുമ്പോൾ, സുവിശേഷം കാണുകയാണ്, യേശു അവരെ വിളിച്ചപ്പോൾ അവർ ചെയ്യുന്ന ഉടനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ്. ഉടനെ വലയുപേക്ഷിച്ചു എന്നാ പറയാം. ചിലതൊക്കെ ഉപേക്ഷിക്കാതെ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ പറ്റില്ല. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ചില സന്തോഷങ്ങളോടൊക്കെ പൂർണ്ണമായിട്ടും വിട പറയാതെ യേശുവിനെ നമുക്ക് പൂർണ്ണമായിട്ട് അനുഗമിക്കാൻ പറ്റില്ല. കർത്താവിനെ നമുക്ക് പൂർണ്ണമായിട്ട് അനുഗമിക്കാൻ പറ്റണമെങ്കിൽ, അനുസരിക്കാൻ പറ്റണമെങ്കിൽ, അതുകൊണ്ടാണല്ലോ എഴുതി വെച്ചിരിക്കുന്ന അവർ ഉടനെ, ഇമ്മീഡിയറ്റ്ലി, അതായത് അത്ര പെട്ടെന്ന് ഉടനെ തന്നെ വലയുപേക്ഷിച്ചു. ഒരു ഉപേക്ഷ നടത്തി കർത്താവ് പറഞ്ഞത് കേട്ട് അവനെ അനുസരിച്ചു. ഞാനിവിടെയോ കേട്ടിട്ടുള്ളതാണ്, അധികാരികൾക്ക് തെറ്റുപറ്റിയാലും അനുസരിക്കുന്നവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന്. അധികാരികൾക്ക് ചിലപ്പോൾ അവരുടെ തീരുമാനത്തിലും അവരുടെ ആലോചനകളിലൊക്കെ ചിലപ്പോൾ തെറ്റുപറ്റിയാലും, മാനുഷികമായ ബലഹീനതകളിൽ അവർക്ക് തെറ്റുപറ്റിയാലും, അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും തെറ്റുപറ്റില്ല. ഇവിടെ അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ സ്വരം കേട്ട് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവസ്വരത്തോട്, ദൈവഹിതത്തോട് അനുസരണമുള്ളവരായിട്ട് അവർ മാറി. വരുംവരായികളെ ഒന്നും ചിന്തിക്കുന്നില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. വള്ളവും വലയും അപ്പനെയും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ സകല സുരക്ഷിതത്വവും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ അവർ തീരുമാനമെടുത്തു. എന്ന് പറഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് യഥാർത്ഥ യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്ര. ഞാൻ അനുഗമിക്കുന്നവൻ എൻ്റെ ജീവിതത്തെ പരിപാലിക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ ആരുടെ പിന്നാലെയാണോ പോകുന്നത് അവൻ എന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ ആരെയാണോ അനുഗമിക്കുന്നത് അവനെ അനുഗമിച്ചാൽ അവൻ എത്തിച്ചേർന്നിടത്ത് ഞാനും എത്തിച്ചേരുമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അനുഗമിക്കുന്നത്. അപ്പോൾ ഒരുവൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ അത് നിസ്സാരമായി സാധാരണ ഒരു പാർട്ടിക്കാരൻ്റെ പുറകെ പോകുന്നത് പോലെ ഉള്ള ഒരു യാത്രയല്ല, ഫോളോ അല്ല. മറിച്ച് ഞാൻ ആരെയാണ് അനുഗമിക്കുന്നവൻ അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ സംരക്ഷിക്കും, അവൻ എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റും, അവൻ എത്തിയിടത്ത് എന്നെയും എത്തിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് യേശുവിനെ അനുഗമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതയാത്രകളിൽ കർത്താവിനെ അനുഗമിക്കുന്ന സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ നിരവധിയാണ്. നമ്മളെല്ലാം അവനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവൻ്റെ സ്നേഹത്തെ, കാരുണ്യത്തെ, ദയയെ, നന്മയെ, അനുകമ്പയെ, അനുസരണത്തെ, വിശുദ്ധ ജീവിതത്തെ എല്ലാം അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവളാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ. ആ വിളിയോട് പരിപൂർണമായ വിശ്വസ്തത പുലർത്തി അപ്പസ്തോലന്മാർ ഇമ്മീഡിയറ്റായിട്ട് ഉടനെ തന്നെ കർത്താവിൻ്റെ സ്വരം കേട്ടപ്പോൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, വരുംവരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിക്കുകയും ദൈവിക സംരക്ഷണത്തിലും ദൈവം വഴി നടത്തുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ആത്മാക്കളെ നേടുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്തതുപോലെ ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച് ആത്മാക്കളെ നേടാൻ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി, സുവിശേഷകരായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മയും സഹായിക്കട്ടെ. ഈ ബലിയിലൂടെ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.